ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ സീരീസ് കീം നാവിഗേറ്റർ സീരീസ് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാക്ക് പറഞ്ഞ അനുസരിച്ച് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ, നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഹോട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും അധികം പേര് ഫസ്റ്റ് നല്ല റാങ്കുകളുള്ളവർ, ആദ്യ റാങ്കിലുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അപ്പൊ അത് ചൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ പിള്ളേർക്ക് ഒരുപാട് ആകുലതകളുണ്ട്, ആശങ്കകളുണ്ട്. കാരണം 4-5 years ഡൗൺ ദ ലൈൻ ഇങ്ങനെ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലൊക്കെ തൊഴിലവസരങ്ങളുണ്ടോ, അതൊരു ക്വസ്റ്റ്യൻ. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തെ വലിയ വലിയ മുന്നേറ്റങ്ങൾ വരുമ്പോൾ ഒരുപാട് കമ്പ്യൂട്ടർ സയൻസുകാരുടെ ജോലിയാണോ നഷ്ടപ്പെടാൻ പോകുന്നത്, അതിനകത്തൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മുടെ സ്റ്റുഡൻസിനുണ്ട്. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് കഴിഞ്ഞ ദിവസത്തിലെ സീരീസിൽ നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് പലതവണ ആവർത്തന വിരസതയ്ക്ക് പോലും കാരണം ആയേക്കാവുന്ന തരത്തിൽ സ്കിൽ ചെയ്യണം, അപ്സ്കിൽ ചെയ്യണം, ഗേറ്റ് പഠിക്കണം നമ്മൾ വീണ്ടും വീണ്ടും ഘോരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു മടുപ്പ് തോന്നിയേക്കാം. ഇയാൾ എപ്പോഴും അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവരെപ്പോഴും അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നു, ഗേറ്റിനെ പറ്റി പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വലിയ വലിയ ഡിസാസ്റ്റർ ഇപ്പൊ നമ്മൾ പത്രത്തിലോ ന്യൂസിലോ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ അല്ലെ, നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അവിടെ അകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെ, ആ ഒരു വ്യക്തിനെ കണ്ടെത്താനായിട്ട് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ആദ്യത്തെ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. അപ്പം എല്ലാ മനുഷ്യനും എല്ലായ്പ്പോഴും വേണ്ടത് ഏറ്റവും മികച്ച ടെക്നോളജിയാണ് അല്ലെ. നമ്മുടെ സിവിലൈസേഷന്റെ മുന്നേറ്റമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഡീറ്റെയിൽസ് ചെയ്യണം, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാര്യങ്ങൾ നടത്തണമെന്നാണ് ഇന്നത്തെ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പഴയ പോലെ ഈ പറഞ്ഞ പോലെ വലിയ ഫയലുകളും അതൊക്കെ കെട്ടിവെച്ച് അവിടെ ഇരിക്കും അല്ലെ. അപ്പൊ ഈ പറയുന്ന റെഡ് ടൈപ്പിസം, അപ്പൊ ഇതൊക്കെ മാറാനായിട്ട് പുതിയ ടെക്നോളജീസ് യൂട്ടിലൈസ് ചെയ്യുന്നതും സർക്കാർ സംവിധാനമൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതും പുതിയ ടെക്നോളജീസ് വരുന്നതും ഒരുപക്ഷെ ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നതും അല്ലെ. ഇപ്പോഴത്തെ നമ്മുടെ അർജുന്റെ പോലത്തെ പ്രശ്നങ്ങളിലൊക്കെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടാക്കാനും ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുത്താനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോവിഡ് പോലെ മഹാമാരികൾ വരുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പോലത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴേ നമ്മുടെ ടെക്നോളജീസ് ഒരുപാട് മുന്നിലാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള പ്രയോജനം ആസ് എ സിവിലൈസേഷൻ നമ്മുടെ മനുഷ്യ കുലത്തിന് ആകെ കിട്ടും. അപ്പൊ ഇതാണ് ഈ അപ്സ്കില്ലിങ്ങിന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ അപ്സ്കിൽഡ് ആണ്, നിങ്ങൾ ഒരു പുതിയ റെലവന്റ് ഒരു സ്കില്ലുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് റെലവൻസ് ഉണ്ട്, യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യന് ഒരു വാല്യൂ ഉള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഏത് ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അപ്സ്കില്ലിംഗ് വേണം, അല്ലെ ഗേറ്റ് പോലത്തെ നല്ലൊരു പ്രിപ്പറേഷൻ വേണം എന്നൊക്കെ പറയുന്നത്. കാര്യം അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്ത് തരികയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ അറിവിനോട് ഒരു വലിയ താല്പര്യം ജനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് വരെ ഇല്ല എങ്കിൽ ഈ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വായിക്കുന്ന വ്യക്തികളൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അത് വേറൊരു ജനുസാണ്, അവർ വേറൊരു അവർക്ക് എന്തോ അസുഖമാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ വൺസ് നമുക്കൊരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഒരു ബേസിക് ലെവൽ ഫണ്ടമെന്റൽ നോളജ് ഈ പറയുന്ന ഇതൊന്നും ചെറിയ വിഷയങ്ങളല്ല. കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, സിവിൽ ഒക്കെ ആയിക്കോട്ടെ, ആ ഫണ്ടമെന്റൽ നോളജ് എന്ന് പറയുന്നത് അത് കിട്ടിയതിന് ശേഷം വൺസ് അത് ബേസ് സ്ട്രോങ് ആണെങ്കിലേ മേലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതില്ലാത്തവർക്ക് ബാക്കി ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ, വായിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അവരെന്തോ ബുക്ക്വാമാണ് അല്ലെ, നമ്മൾ ജി കാണുന്നൊക്കെ പറയും. അത് ഒരു പക്ഷെ അതൊരു നോഷനാണ്. പക്ഷെ നിങ്ങളും ഈ തരത്തിൽ ഒരു അപ്സ്കില്ലിംഗ് നടത്തി ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിരിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അത് ഈ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന റിക്വയർമെന്റ് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഓരോ നിമിഷവും വിളിച്ചു പറയുന്നു. അപ്പൊ അർജുനെ എത്രയും വേഗം കണ്ടെത്തട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഫോക്കസ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ ഞാൻ പല ആൾക്കാരെ ആലോചിച്ചു. ഇൻഫാക്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസിന് ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചു, അങ്ങനെ ട്രഡീഷണലി കൺവെൻഷനലി ഒരു വലിയ അധ്യാപകനെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഈ വ്യൂവേഴ്സിനോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും അത്. കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അധ്യാപകരിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ അവർക്ക് കൺവെൻഷണൽ വിസ്ഡം കാണും, കൺവെൻഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാനായിട്ട് കാണും, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും എന്റെ ഒരു മനസ്സിലാക്കൽ അങ്ങനെയാണ്. കാര്യം ഈ ന്യൂജൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെ, ഏറ്റവും വളരെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഒന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഞാൻ അധികം പ്രായമായിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് എന്റെ ഒരു ധാരണ. പക്ഷെ ഞാൻ ഇപ്പോഴും നമ്മൾ താഴെ ഇറങ്ങി നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള യങ്സ്റ്റേഴ്സ് അവർ യൂസ് ചെയ്യുന്ന ആപ്പും അവരുടെ ടെക്നോളജീസും ഒക്കെ കാണുമ്പോൾ ഈശ്വരൻ ഞാൻ ഒത്തിരി പഴഞ്ചനായി പോയല്ലോ, ഇതൊന്നും എനിക്കറിയില്ലല്ലോ എന്നൊരു വിചാരം ഉണ്ടാക്കുന്ന തരത്തിൽ അവർ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇത്തവണ കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി ഈ പറഞ്ഞ
പറഞ്ഞ രീതിയിലുള്ള ഒരു ട്രഡീഷണൽ കൺവെൻഷണൽ ഒരു വലിയ പ്രൊഫസറെ കൊണ്ടുവന്നിരുന്നതിന് പകരം ആക്ച്വൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു 5 years എക്സ്പീരിയൻസും എന്നാൽ ഏറ്റവും കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയെ പറ്റി നല്ല ബോധവാനായിട്ടുള്ള, ഇതിലൊക്കെ വളരെ ക്രേസും ക്യൂരിയോസിറ്റിയും പാഷനും ഉള്ള റിയൽ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള, പല ഡൊമൈനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ല ഇതിനോട് ഒരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചെറുപ്പക്കാരനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചീഫ് ഇന്നോവേറ്റീവ് ഓഫീസറാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അപ്പൊ നമ്മുടെ ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. സോ ഡിയർ ഹരികൃഷ്ണൻ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ട്, എല്ലാ ദിവസവും നമ്മൾ കാണുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഏറ്റവും അധികമായിട്ട് വന്നിട്ടുള്ള സംശയങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഹരിയോട് ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻ, അതായത് കമ്പ്യൂട്ടർ സയൻസ് ആസ് എ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പേരുടെ സംശയം, ഇവര് +1 +2 പഠിച്ചു വരുന്ന കുട്ടികളാണ്. ഒരുപക്ഷെ +1 +2 ലെവലിൽ അവർ കമ്പ്യൂട്ടർ സയൻസിന്റെ C++ഓ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബേസിക് സാധനം ചിലപ്പോൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതുപോലും കാണില്ല. ആ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഈ +1 +2 കുട്ടികൾ അടുത്ത ലെവലിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് എടുത്താൽ എങ്ങനെ ഇരിക്കും? 1. 2, അവർ അങ്ങനെ കയറിയാൽ അവർ പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്? അതിന് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ നമ്മൾ ആ കോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും? അപ്പൊ ഏരിയാസും അവർക്ക് ചെയ്യേണ്ട ഒരു ഹോംവർക്കിനെയും പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവം, കുറെ മിത്തുകളുണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിനെ പറ്റിയും അല്ലെങ്കിൽ ഇതിലോട്ട് എൻട്രി ലെവലിലോട്ട് കയറുന്നതിനെ പറ്റി കുറെ മിത്തുകളുണ്ട്. അതിലൊന്നെന്ന് പറയുമ്പോൾ മാത്സിന്റെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് വേണം, അല്ലെങ്കിൽ ബേസ് മാത്സ് കിടിലുവാണെങ്കിൽ നീ പ്രോഗ്രാമർ കിടിലോ, അങ്ങനത്തെ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം. സംഭവം മാത്സിന്റെ വളരെ ബേസിക് മാത്സ് അറിഞ്ഞാൽ മതി, ഈ അരിത്തമെറ്റിക്സ് അറിഞ്ഞാൽ മതി, വല്ല വേറെ ലെവലോട്ട് ഒന്നും പോകണ്ട. പ്രോഗ്രാമിംഗിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ജോബിൽ കയറി പറ്റാനായിട്ട് നമുക്ക് വളരെ ഫണ്ടമെന്റൽ ലെവലുള്ള മാത്സ് അറിഞ്ഞാൽ മതി, അരിത്തമെറ്റിക്കൽ മാത്സ് അറിഞ്ഞാൽ മതി. ഇലക്ട്രോണിക്സ് ഒക്കെ പോലെ വലിയ മാത്സിന്റെ ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നില്ല, പക്ഷേ 95% ഓഫ് ദി ജോബ്സ് ഔട്ട് ദർ അതിന് ആവശ്യമില്ല. ഈ 5% സയന്റിസ്റ്റ് ലെവൽ, കമ്പ്യൂട്ടർ ആക്ച്വൽ സയന്റിസ്റ്റ് ലെവലിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ChatGPT പോലുള്ള ആപ്ലിക്കേഷൻസ് ശരിക്കും ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, അവരെ പോലുള്ള ഒരു ഹ്യൂജ് അരിത്തമെറ്റിക്സ് ഉപയോഗിക്കും. പക്ഷെ നമ്മളെപ്പോലുള്ള 95% ആൾക്കാരും അതല്ല, ആ ലെവലല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ വെബ് ഡെവലപ്പേഴ്സ് ആയിട്ടോ ആപ്പ് ഡെവലപ്പേഴ്സ് ആയിരിക്കും ജോലി ചെയ്യുന്നത്. അവർക്ക് ആ അരിത്തമെറ്റിക് ലെവലുള്ള മാത്സ് ധാരാളമാണ്. അപ്പോൾ അതൊരു വലിയൊരു മിത്താണ് ഈ കുട്ടികളുടെ ഇടയിലുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. അപ്പോൾ സാർ ചോദിച്ചതുപോലെ ഈ ഫണ്ടമെന്റലി എങ്ങനെ ഒരു കുട്ടിക്ക് ഇതിലോട്ട് കയറി പറ്റാം? വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, C++, ജാവ, ഈ 3 ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ചും കൂടെ ഫണ്ടമെന്റൽ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, കുറച്ചും കൂടെ അടുത്തിട്ട് ക്ലിയർ ആവും. നമ്മുടെ പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യത്തില്ല. C++, ജാവ, ഈ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, അത് ക്ലിയർ ആയിട്ടൊന്ന് പഠിക്കുക. ഒരു 2-3 മാസം മതി, അധികം സമയം വേണ്ട. 2-3 മാസം C++, ജാവയിൽ നല്ലവണ്ണം ബേസ് ക്ലിയർ ആക്കുക. അത് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫണ്ടമെന്റൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ നമ്മുടെ ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു ചലഞ്ച് അല്ലേ, ആദ്യം C++ പോലെയുള്ള ലാംഗ്വേജസ് പഠിക്കുക. ആദ്യം തന്നെ വഴി എളുപ്പമാക്കാൻ ശ്രമിക്കാതെ പൈതോണിലേക്ക് പോകാതെ C++ അല്ലെങ്കിൽ ജാവ അല്ലേ, ജാവയും വളരെ ഈ ലെവലിൽ നിന്ന് നിൽക്കുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ജാവയും. പൈത്തണിലോട്ടൊന്നും പോവാതെ ഈ 3 കവർ ചെയ്യുക. ഈ 3 ഏതെങ്കിലും ഒന്ന് ഫണ്ടമെന്റലി ക്ലിയർ ആക്കുക. എല്ലാം പഠിക്കാൻ നിൽക്കരുത്, പക്ഷെ ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. അപ്പം ഈ ഇവര് പഠിക്കാൻ കയറിയാൽ ബിടെക്കിൽ ഇവർ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയായിരിക്കും കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുന്നത്? ബിടെക് ആസ് ഫാർ ആസ് ബിടെക് കൺസേൺ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ മേജർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കവർ ആവും. പിന്നെ ബാക്കി ന്യൂ എമർജിംഗ് ടെക്നോളജീസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആസ് ഫാർ ആസ് ബിടെക് ഇസ് കൺസേൺ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫണ്ടമെന്റലി നമ്മൾ സ്ട്രോങ് ആണേ നമുക്ക് ബാക്കി ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാം, ആ ഒരു പാത്ത് വേ നാവിഗേറ്റ് ചെയ്യാം. പക്ഷെ അതപ്പോഴും നമ്മളൊരു ബിടെക് ബിരുദം വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അവിടെ ശരിക്കും ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോൾ നമ്മൾ അതിലും ഉപരി കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വെറുതെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം പഠിച്ചിട്ട് ഞാൻ ജാവ പഠിച്ചു അവിടെ തീരുന്നില്ല, അവിടെ തുടങ്ങുന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ബിടെക്കിന്റെ സിലബസ് ആസ് ഫാർ ആസ് ഇപ്പോൾ ഈ കാലത്ത് സിലബസ് ഇസ് കൺസേൺ കുറച്ചും കൂടെ ഫണ്ടമെന്റൽ അപ്രോച്ച് മാത്രമേ ഉള്ളൂ. ആ ആപ്ലിക്കേഷൻ ലെവൽ അപ്രോച്ച് ഇപ്പോഴും എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ടെങ്കിലും ഇൻട്രൊഡക്ഷൻ ലെവൽ മാത്രമേ ഉള്ളൂ. അത് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ബ്രിഡ്ജ് ആവശ്യമാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സാക്ട്ലി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റ് അവിടെ ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സ്ട്രീമുകളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ലേ ഓഫ്സ് നേരിടുന്ന, ഏറ്റവും കൂടുതൽ പിരിച്ചുവിടൽ നേരിടുന്ന, ഏറ്റവും കൂടുതൽ ജോബ് ത്രെട്ട് നേരിടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് തോന്നുന്നു. ശരിയല്ലേ? നമുക്ക് അങ്ങനെയും പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ ജോബ് ഉള്ളത് കൊണ്ടാണ് അത്രയും ലേ ഓഫ് ഉണ്ടാവുന്നതെന്നും പറയാം. അപ്പൊ അത്തരത്തിലൊരു ജോബ് ത്രെട്ട് അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റിയിൽ ഒരു പ്രശ്നം കുട്ടികൾ മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം? ഇവരെന്തൊക്കെ പഠിക്കാം അഡീഷണലി? ഇതും ഒരു ചെറിയൊരു മിസ്ഇൻഫർമേഷൻ എന്ന് ഞാൻ പറയും. കാരണം ലേ ഓഫ് നടക്കാറുണ്ട്. അത് എക്കണോമിക് റീസൺസ് കൊണ്ട് നടക്കാം, പല റീസൺസ് കൊണ്ട് നടക്കാം. ഒരു സ്കിൽ ബ്രിഡ്ജ് കൊണ്ട് ലേ ഓഫ് നടക്കുന്നത് വളരെ റെയറാണ്.
കാരണം നമ്മളൊരു ഐ ടിയിലോട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കയറുന്ന ഒരു വ്യക്തി ഒരു കമ്പനിയും എക്സ്പെക്ട് ചെയ്യുന്നില്ല കയറുന്ന ലെവലിൽ അല്ലെങ്കിൽ കയറുന്ന നോളജ് ലെവലിൽ നിൽക്കും എന്നുള്ളത് മനസ്സിലായില്ലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദം ടു ലേൺ ആൻഡ് അഡാപ്റ്റ്. ആ ഒരു ലെവലിൽ നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു പ്രശ്നമാവുന്നില്ല. അപ്പോൾ ലേ ഓഫ് വിത്ത് റെസ്പെക്ട് ടു സ്കിൽ ബ്രിഡ്ജ് ഇല്ലാതെ ലേ ഓഫ് ആവുന്നത് വളരെ കുറച്ചാണ്. അത്രയും എഫേർട്ട് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ നമ്മൾ അർഹരല്ലെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും അല്ലെങ്കിൽ എല്ലാ 6 മാസവും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ChatGPT വന്നപ്പോൾ ഒത്തിരി ജോലികൾ നഷ്ടപ്പെടുമെന്ന ഒരു ജോലികൾ നഷ്ടപ്പെടും എന്നുള്ളതല്ല ശരിക്കുള്ളത്, ജോലികൾ മാറും എന്നുള്ളതാണ്. അതെ അതെ, സാർ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ രജിസ്റ്ററുകൾ മാറി കമ്പ്യൂട്ടർ ആയത്. രജിസ്റ്ററുകൾ മാറി കമ്പ്യൂട്ടർ ആയപ്പോൾ ആരുടെയും ജോലി പോയില്ല, പക്ഷേ രജിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നവര് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിച്ചു. അതേപോലെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ChatGPT പോലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ജനറേറ്റീവ് AI എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ChatGPT, ആന്ത്രോപിക്, ജെമിനായി, അങ്ങനെ ക്ലോഡ്, അങ്ങനെ കുറെ പേരുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി ജനറേറ്റീവ് AI. ഈ ജനറേറ്റീവ് AIയുടെ എമർജൻസ് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ജനറേറ്റീവ് AI ഉപയോഗിക്കാത്ത ഡെവലപ്പേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് ഇവർ കയറി വരും, ഉപയോഗിക്കുന്ന ആൾക്കാർ കയറി വരും. ഇതൊരു ടൂളാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ടൂളാണ്. ആസ് ഓഫ് നൗ അടുത്തൊരു 10 years വരെയും ഇതൊരു ടൂൾ തന്നെ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ആ ടൂളിനെ മാക്സിമം ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഇൻഡസ്ട്രിയിലെ ലീഡർ. അല്ലാതെ ഇമേർജിംഗ് ടെക്നോളജീനെ എപ്പോഴാണ് നമ്മൾ ഷട്ട് ഓഫ് ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്യുന്നത്, ആ പോയിന്റിലായിരിക്കും നമ്മൾ ജോലി പോകുന്നതോ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നത്. നമ്മൾ ഇറലവന്റ് ആകുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ വന്നപ്പോഴേ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോൺ ഒന്നും യൂസ് ചെയ്യാതെ പഴയ ഫോൺ യൂസ് ചെയ്യുന്ന എന്തോ വലിയ പുണ്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഫേസ്ബുക്കിലില്ല, വാട്സാപ്പില്ല, ഇൻസ്റ്റാഗ്രാമിലില്ല, അതെന്തോ വലിയ പുണ്യമാണെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷെ ഇന്ന് കാലം മുന്നോട്ട് പോകുന്ന ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ആദ്യം വന്നു കഴിഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കുക, അത് ഉപയോഗിക്കാൻ പഠിക്കുക, അതിൽ സ്കിൽഡ് ആവുക, അടുത്ത ലെവലിലേക്ക് പോവുക അല്ലെ. അത്തരത്തിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫ്യൂച്ചറിൽ അല്ലെ, ഭാവിയിൽ അവരുടെ ജോബിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കണ്ടിന്യൂസ് ലേണിംഗ് എന്നൊരു സംഗതി നടത്തിക്കൊണ്ടേയിരിക്കണം. അവർക്ക് അതിനുള്ള അവസരങ്ങൾ എവിടേക്കാണ്, എങ്ങനെയാണ് പുതിയ ടെക്നോളജി എവിടുന്ന് പഠിക്കാം, എങ്ങനെ പഠിക്കാം? ഈ പുതിയ ടെക്നോളജി പഠിക്കാനായിട്ട് പിന്നെ കുട്ടികൾ ഈ പ്രശ്നമാണ് ശരിക്കുള്ളത്. നമ്മൾ ഈ പെയ്ഡ് കോഴ്സസ്, കുട്ടികളെല്ലാം കാശ് കൊടുത്ത് കോഴ്സ് മേടിച്ച് ഓടി നടക്കുകയാണ്. കുറെ കാശ് വേസ്റ്റ് ആക്കുന്നുണ്ട്. നല്ല കോഴ്സുകളായിരിക്കാം, നല്ല കോഴ്സുകൾ അല്ലാതിരിക്കാം, അതിൽ പ്രസക്തിയില്ല. അപ്പൊ നമ്മൾ പറയുന്ന അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോംസ്, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ കോഴ്സെറ, യുഡെമി, MIT, ഇവരൊക്കെ ഫ്രീ കോഴ്സ് അവൈലബിൾ ആണ്. ഓരോരോ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പൊ പറഞ്ഞില്ലേ ടെക്നോളജീസ്, ഗൂഗിളിന്റെ AI ടെക്നോളജീസ്, ഗൂഗിളിന്റെ AI ആണ് ജെമിനൈ. ഗൂഗിളിന്റെ ജെമിനൈ, അപ്പൊ ജനറേറ്റീവ് AI ടെക്നോളജി ഗൂഗിൾ തന്നെ ഫ്രീ ആയിട്ടൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ കുട്ടി +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ സമയമുണ്ട് അവർക്ക് അല്ലേ, അവർക്ക് പിന്നെ ഈ കീം കഴിഞ്ഞിട്ട് കോളേജിലോട്ട് കയറുന്ന ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു 2-3 months 2 മാസം കൊണ്ട് അവർ ജനറേറ്റീവ് AI എന്ന് പറയുന്ന സാധനം പഠിച്ച് തീർക്കാൻ പറ്റും. വളരെ ഫണ്ടമെന്റൽ ലെവലിൽ നിന്ന് പഠിച്ചു തീർക്കാൻ ഫ്രീ ആയിട്ട് അതും. അപ്പോൾ ഗൂഗിൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൂഗിൾ. അതുപോലെ തന്നെ EDX എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇതേപോലെ ഒരു ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ പിന്നെ കോഴ്സറ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയായിട്ട് ക്ലബ് ചെയ്തിട്ട് ഇതേപോലെ ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫ്രീ കോഴ്സസ് അപ്സ്കിൽ ചെയ്യാൻ അവൈലബിൾ ആണ്. മനസ്സിലായില്ലേ? അവൈലബിൾ ആണ്. ഈ പറഞ്ഞതുപോലെ ലേറ്റസ്റ്റ് ടെക്നോളജി ആയ ജനറേറ്റീവ് AI തൊട്ട് അല്ലാതെ നമ്മുടെ കൺവെൻഷണൽ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരെ ഉള്ള എല്ലാ കാര്യത്തിനും ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫർദർ മുന്നോട്ട് ഇനി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫ്യൂച്ചർ പലരും പറയുന്ന ഒരുപാട് വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ പല ചാനലുകളിലൊക്കെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഇതുപോലെ ട്രെൻഡ് വരുമ്പോൾ 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത്രയും കമ്പ്യൂട്ടർ സയൻസുകാർ പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണ്? ഇവർക്ക് അതിനുള്ള ഫ്യൂച്ചർ ഉണ്ടോ? നാളെ കമ്പ്യൂട്ടർ സയൻസ് വരാനിരിക്കുന്ന വിപ്ലവങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ വേറൊരു വലിയ കാര്യം, മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്, ഇപ്പൊ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലിലേക്കൊക്കെ പോകുന്നവർക്കും ഇതിനെപ്പറ്റി നല്ല ഐഡിയ ഇന്നത്തെ കാലത്തുണ്ട്. പണ്ട് കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി കമ്പ്യൂട്ടർ സയൻസിൽ പോകുന്നവർക്ക് മാത്രമാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സിലും ഇലക്ട്രിക്കലും വരുന്നവർക്കും അവർക്കും ഒക്കെ ഇതിനൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ അവർ പഠിക്കും. അപ്പൊ എക്സ്ക്ലൂസീവ്ലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു എഡ്ജ് ഉണ്ടോ? അവർ ഭയക്കേണ്ട കാര്യമുണ്ടോ? എന്താണ് ഈ ഫീൽഡിന്റെ ഫ്യൂച്ചർ? എന്താണ്? സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എഡ്ജ് ഞാൻ കാണുന്നില്ല. ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് കാണുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു കമ്പനി, IT കമ്പനി, ഇൻഫോസിസ് പോലത്തെ കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹയറിംഗ് പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു 25% CS ആയിരിക്കാം. ബാക്കി ഈ ECEയും EEE എന്നൊക്കെ ആയിരിക്കും പിള്ളേർ വരുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ് തന്നെ ആവണം നിർബന്ധമില്ല. BCA പോലുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നവരുണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നവരുണ്ട്. ചില കമ്പനികളാണെങ്കിൽ ഡിഗ്രി പോലും ഇല്ലാതെ എടുക്കുന്ന കമ്പനികളുണ്ട്.
ആസ് ഫാർ ആസ് ദ ഇൻഡസ്ട്രി ഈസ് കൺസേൺ സ്കില്ലാണ് ഇപ്പോൾ മാറ്റർ ആകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആരാണോ സ്കിൽഡ് അവന് ജോലി, ആ ഒരു സ്കെയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഏറ്റവും അധികമായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. എക്സാക്ട്ലി. ഇപ്പൊ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലൊക്കെ കോർ കമ്പനീസ്, കോർ ജോലികളായതുകൊണ്ട്, കോർ ഡിപ്പാർട്ട്മെന്റ്സ് ആയതുകൊണ്ട് ഒരുപാട് ഗവൺമെന്റ് ജോബ്സ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ ഈ റിക്രൂട്ട്മെന്റ് ലെവലിൽ, അതായത് അപ്പോയിന്റ്മെന്റ് ലെവലിൽ ഇവർ വളരെ സ്കിൽഡ് ആയിരിക്കും, ഒരുപാട് അറിവുകൾ ഉണ്ടായിരിക്കും. കയറി കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് വൺസ് കയറി കഴിയുമ്പോൾ ഇത് ജോബ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അവരത് അധികം അപ്സ്കിൽ സ്കോപ്പ് ഉണ്ടാവില്ല. അവരുടെ വർക്കിൽ വളരെ വ്യാപൃതരായിരിക്കും. അവർ പിന്നീട് ഒരു അപ്സ്കില്ലും ചെയ്യാതെ, അപ്പൊ പിന്നീടുള്ള കാലത്ത് യാതൊരു ജോബിന് യാതൊരു ത്രെട്ടും ഇല്ലെന്നൊരു അമിത ആത്മവിശ്വാസം കാരണം അവർ സ്കില്ല് ചെയ്യപ്പെടാറില്ല. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിന് അതല്ല അവസ്ഥ. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗും ആവശ്യമാണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കരിയർ ജോബ് സെക്യൂരിറ്റിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ലേണിംഗ്, പുതിയ പുതിയ ടെക്നോളജീസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഹൃദയസ്ഥമാക്കുക, മനസ്സിലാക്കുക, മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പലരും പല രീതിയിലുള്ള എന്താണ് ഒരു സങ്കടം, അല്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങളുടെ റാങ്ക് അത്ര നല്ല ടോപ്പ് റാങ്ക് അല്ല, കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് CET-ലോ TKM-ലോ MA കോളേജിലോ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല, ഞാനൊരു കപ്രൈവറ്റ് കോളേജിൽ പോയി കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്കോപ്പ് ഉണ്ടോ, ഫ്യൂച്ചർ ഉണ്ടോ. അപ്പൊ അതിന് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ അല്ലെ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പലരും, ഞാൻ ഇന്ന് ആക്ച്വലി നിങ്ങൾക്ക് ചില പ്രൊഫൈൽസ് ഷെയർ ചെയ്യാം. ആ പ്രൊഫൈലിൽ നമുക്ക് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. കാര്യം ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയോ ടോപ്പ് കോളേജിലോ ആവണമെന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ യാസറിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇവിടെ യാസറിനെ അറിയാമല്ലോ. യാസർ LPUവിൽ നിന്ന് ഏറ്റവും വലിയ പാക്കേജ്, ഇപ്പൊ LPUവിന്റെ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ യാസർ ആണ് അവിടെ പാക്കേജ്. അതെ. അപ്പൊ ഇത്തരത്തില് യാതൊരു ഏറ്റവും ടോപ്പ് ഗവൺമെന്റ് കോളേജിലോ ഏറ്റവും ടോപ്പ് IIT-ലോ പഠിച്ച ആൾക്കാരല്ല ആക്ച്വലി ഈ ജോബ് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ടോപ്പ് സ്കിൽഡ് ആവുന്നത്. അത് തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല അല്ലെ. CET-ലെ ടോപ്പ് വിദ്യാർത്ഥി അല്ല യാസർ അത് കിട്ടുമായിരുന്നു, പുള്ളി അത് പോയില്ല, പുള്ളി LP-ലേക്കാണ് പോയത്. അപ്പൊ ഇത്തരത്തില് കോളേജുമായിട്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റിന് സക്സസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇപ്പോ അല്ലെ ടോപ്പ് കോളേജിൽ തന്നെ വേണമെന്ന് സ്കില്ലാണ്, സ്കിൽ ഈസ് വാട്ട് മാറ്റേഴ്സ്. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ സെഷന്റെ ഏറ്റവും വലിയ ടേക്ക് അവേ പോയിന്റ് അതാണ്, സ്കില്ലാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ലേണിംഗും ഈ പറഞ്ഞ അപ്സ്കില്ലിംഗും ഉണ്ടായേ പറ്റൂ. അത് തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ വേണം. കമ്പ്യൂട്ടർ സയൻസ്, അപ്പൊ നമ്മൾ ഏരിയാസ് പറഞ്ഞു അല്ലെ. സോ ഏരിയാസിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ, അതിനകത്ത് വെബ് ആപ്പ് ടെസ്റ്റിംഗ്, ഇതല്ല ഏരിയാസ്. സൈബർ സെക്യൂരിറ്റി, ഡേറ്റ സയൻസ്, അതുപോലെ ഡേറ്റ എഞ്ചിനീയറിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡെവോപ്സ്, ജനറേറ്റീവ് AI, ഇതൊക്കെയാണ് ഏരിയാസ് അല്ലെ. ഈ ഏരിയാസിനെ പറ്റി എന്തെങ്കിലും അഡീഷണലി എന്തെങ്കിലും പറയാനുണ്ടോ പിള്ളേർ? മെയിൻലി ആസ് ഫാർ ആസ് പുതിയ കുട്ടികൾ കൺസേൺഡ് ആയിരിക്കുന്നിടത്തോളം കാലം ജോബ് എങ്ങനെയാണ് ഇതിൽ പോകുന്നത്, അതാണ് അവർ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഏത് ഏരിയസിലാണ് എന്നൊക്കെയുള്ള. ഇപ്പം ഈ പുതിയ ടെക്നോളജീസ് വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് ചിന്ത ഉണ്ടാവും ഇനി ജോബ് ഇല്ല അതിലോട്ടാണോ എന്നുള്ളത്. ഇപ്പോഴും 40 to 50% ജോബ് വരുന്നത് കൺവെൻഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനാണ്. കൺവെൻഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ്, ആപ്പ് ഡെവലപ്പേഴ്സ്, ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ്, ഫ്രണ്ട് എൻഡ് എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറയുന്നത് കൺവെൻഷണൽ ഡെവലപ്മെന്റിലാണ് 40 to 50% ജോബ് ഇപ്പോഴും ഉള്ളത്. അതിനൊക്കെ ഒരു പെർസെന്റേജ് മാത്രമേ, ചെറിയ ശതമാനമേ ഉള്ളൂ. അത് അത്യാവശ്യം വാല്യൂ ശതമാനമാണെങ്കിലും 40 to 50% ഇപ്പോഴും കൺവെൻഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ അത് നല്ലോണം സ്കില്ലായാൽ മതി. അതിൽ നിന്ന് പിന്നെ ഒരു നീഡ് വരുന്ന സമയത്ത് മാത്രം നമ്മൾ അതിലോട്ടും AI-ലോട്ടോ ഈ പറഞ്ഞ ഡേറ്റാ സയൻസിലോട്ടോ മാറിയാൽ മതി. മനസ്സിലായില്ലേ? ആസ് ഐ സെഡ്, ഈ IT എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ഒരു ഇതായതുകൊണ്ട് യു എൻ്റർ ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് എടുത്ത് അങ്ങനെ കയറിയിട്ട് AI-ലോട്ട് പോയാലും മതി. ചാടിക്കയറി നമ്മൾ AI തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകേണ്ട ആവശ്യമില്ല. കാരണം ജോബ് കുറവാണ് ഇപ്പോൾ അവിടെ കമ്പയർഡ് ടു കൺവെൻഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഒരു 40 to 50% ജോബ് മാർക്കറ്റിന്റെ ഒരു ഇതുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആൻഡ് അവരുടെ സാലറി പാക്കേജസ് പോകുന്നത് ഈ പറഞ്ഞതുപോലെ 4 to 12 ആണ്. സ്റ്റാർട്ടിംഗ് വരുന്നതിന് 4 to 12 വരെ വരുന്നത്. നല്ല നല്ല കമ്പനീസ് വരുമ്പോഴത്തേക്കും CET പോലെ കോളേജിൽ സ്റ്റാർട്ടിംഗ് 6 എടുത്തോണ്ട് പോകുന്നത് ഈ സോഫ്റ്റ്വെയറിലോട്ട്. 6 ഒക്കെ അവിടെ വരാറുള്ള കമ്പനീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CTS, Accenture, അതെ, കോഗ്നിസന്റ്, ഡെലോയിറ്റ്, KPMG, EY അങ്ങനത്തെ കമ്പനീസ് ഒക്കെയാണ് കൂടുതലും വരുന്നത്. സർവീസിംഗ് കമ്പനീസ്, കൺസൾട്ടിംഗ് കമ്പനീസ് കൂടുതൽ. ഒരുപക്ഷെ നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ പേരും പ്ലേസ്ഡ് ആവാൻ പോകുന്നത് ഈ പറഞ്ഞ കമ്പനികളിലായിരിക്കും. അതെ, ഒരു സിമിലർ പാക്കേജിലായിരിക്കും. അത് മാത്രമല്ല അവർ ഈ സോഫ്റ്റ് ഡെവലപ്മെന്റ് ജോബുകളിലായിരിക്കും പ്ലേസ് ആവാൻ ചാൻസ് കൂടുതൽ ദാൻ AI, ഡേറ്റ സയൻസ് ജോബുകൾ. നിങ്ങളിൽ പലരും ഈ പറഞ്ഞ പോലെ പ്ലേസ്മെന്റ്, കോളേജിന്റെ പ്ലേസ്മെന്റ്സ് നിങ്ങൾ നോക്കാറുണ്ടല്ലോ. നിങ്ങൾ ചേരുന്നതിന് മുമ്പ് എന്നോട് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് പ്ലേസ്മെന്റ്, ചില കോളേജിലൊക്കെ 100%, 95%, 90% പ്ലേസ്മെന്റ് എന്നൊക്കെ കാണുമ്പോൾ ആ പ്ലേസ്മെന്റ് പെർസെന്റേജ് അതുപോലെ വലുതായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിംഹഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ സാധാരണഗതിക്ക് ആ ഒരു ഏരിയയിലേക്ക്, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മോറോർലെസ് അതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഫീൽഡ് അത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഫർദർ എക്സ്പ്ലോർ ചെയ്യാം. ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഏരിയാസ് നിങ്ങൾക്ക് വഴങ്ങുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളത് ഫർദർ ഒരു എക്സ്പ്ലോറേഷൻ അവർക്ക് നടത്തിയതിനു ശേഷം കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കണോ വേണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് അവർക്ക് എത്താം. അതുപോലെ മറ്റ് ഏരിയാസ്
AI/ML റീജിയൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എക്സ്പെർട്ട്. ഒരു 5 to 10% ആണ് അതിന്റെ ഒരു നീഷ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 ജോബ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 5-10% AI/ML ഇപ്പോൾ ഉള്ളൂ. പക്ഷേ ഒബ്വിയസ്ലി അത് കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡും കുറച്ചും കൂടെ ന്യൂ എമർജിംഗ് ടെക്നോളജി ആയതുകൊണ്ട് എൻട്രി ലെവൽ സാലറിയും കൂടുതലാണ്. അധികം പേരെ കിട്ടാനും ഇല്ല, ഡിമാൻഡും കുറച്ച് കുറവാണ് അതിന്. അപ്പം കുറച്ചും കൂടെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കയറത്തുള്ളൂ, കയറാൻ പാടുമാണ് കുറച്ച് AI/ML പോലുള്ള ജോബ് പ്ലാറ്റ്ഫോംസിൽ. അപ്പൊ അതിനൊരു 6 to 20 LPA നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ, ഇന്നലത്തെ സീരീസിൽ ആക്ച്വലി നമ്മുടെ ഒരു സ്റ്റുഡന്റിനെ പരിചയപ്പെടുത്തിയിരുന്നു, വൈഷ്ണവ് ഇലക്ട്രോണിക്സിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഗേറ്റിൽ 5ാം റാങ്ക് നേടിയിരുന്നു. അപ്പൊ വൈഷ്ണവ് പോയ ഹയർ സ്റ്റഡീസ് IISc ബാംഗ്ലൂരിൽ പുള്ളിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ തേടി പോയ ഒരു വ്യക്തിയുണ്ട്. കാര്യം പുള്ളി ആദ്യമേ ഒരു കൊല്ലം മുമ്പേ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ ഡിമാൻഡ് ഇതാണ്: ഞാൻ എത്ര എഫർട്ട് ഇടാൻ റെഡിയാണ്, എനിക്ക് IASൽ തന്നെ പഠിക്കണം, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ പഠിക്കണം. ഇതായിരുന്നു പുള്ളിയുടെ ഡിമാൻഡ്. അപ്പൊ പുള്ളി ഒരു വർഷം മുമ്പ് കോൺടാക്ട് ചെയ്യുന്നു. ഇവിടെ കൃത്യമായിട്ട് ഒരു 5-6 മാസത്തെ ഒരു തിയറി പോർഷൻ, അതിനുശേഷം പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതി അൾട്ടിമേറ്റ്ലി പുള്ളി പറഞ്ഞ കോളേജിൽ പറഞ്ഞ കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പം അവിടെ ഒരു വലിയ പ്ലേസ്മെന്റും കിട്ടിയിരിക്കുകയാണ് ആളിപ്പോ. 2 വർഷം മുമ്പത്തെ കേസാണ്. ഇപ്പൊ കറക്റ്റ് പുള്ളിക്ക് ഒരു നല്ല പ്ലേസ്മെന്റും കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അത്ര സക്സസ്ഫുൾ ഒരു ലെവലിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഡെവോപ്സ്. ഇതൊക്കെ കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് പ്ലാറ്റ്ഫോം, അധികം ആൾക്കാർ അറിയാത്ത ജോലികളായിരിക്കും ഡെവോപ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ 12th കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികൾ, ഇവർ ഇതിനെപ്പറ്റി ചിലപ്പോൾ തപ്പി തുടങ്ങി കാണത്തില്ല, കേട്ടിട്ടുണ്ടാവില്ല. ഡെവോപ്സ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു വെബ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനോ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ജോലി ഇവിടെ തീരുന്നില്ല, അത് ആൾക്കാരുടെ കയ്യിൽ എത്തിക്കണം അല്ലേ. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആൾക്കാരുടെ കയ്യിൽ എത്തുന്നത് വരെ ഒരു വലിയൊരു ജോലിയുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാരാണ് ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി ഡിപ്ലോയിങ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക, പൈപ്പ് ലൈൻസ് മാനേജ് ചെയ്യുക എന്നൊക്കെ പറയും. അതും ഇതേപോലെ ഒരു നീഷ് മാർക്കറ്റാണ്. 10 to 15% ഓഫ് ജോബ് മാർക്കറ്റിൽ അത് വരുന്നുള്ളൂ. അതും കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി, സൊഫിസ്റ്റിക്കേറ്റഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് 6 to 15 LPA വരെ പ്രതീക്ഷിക്കാം. എൻട്രി ലെവലാണ് കേട്ടോ, 6 to 15 LPA വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 3 years ഡൗൺ ദ ലൈൻ അത് 30 LPA വരെയൊക്കെ പോകും, 3-4 years ഡൗൺ ദ ലൈൻ. അടുത്ത് വരുന്നത് പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ക്ലൗഡ് എഞ്ചിനീയർ, AWS, Azure അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ജോബ് ഉണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതേപോലത്തെ ഡെവോപ്സ് പോലെ തന്നെ ഒരു നീഷാണ്. 15% ക്ലോസ്, 10 to 15% മാർജിൻ വരുന്നുണ്ട്. 7 to 20 കുറച്ചും കൂടെ കൂടുതലാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ്. നമ്മൾ ആ കൺവെൻഷണൽ പ്രോഗ്രാമിംഗിൽ കുറച്ച് നാളെ നിന്നാലേ ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലാണ്. 7 to 20 LPA നമുക്ക് പ്രതീക്ഷിക്കാം എൻട്രി ലെവൽ എഞ്ചിനീയേഴ്സിന്. പിന്നെ വരുന്ന ഒരു ടെക്നോളജി, ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും കുട്ടികൾ എന്തൂസിയാസ്റ്റിക്കലി പറയുന്ന വാക്കും ഇത് തന്നെയാണ്: ഡേറ്റ സയൻസ്, ഡേറ്റ എഞ്ചിനീയറിംഗ്, മെഷീൻ ലേണിംഗ് അല്ലേ. അവസരങ്ങൾ വരുന്നതാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കമ്പയർഡ് ടു, ഞാൻ പറഞ്ഞ പോലെ കൺവെൻഷണൽ പ്രോഗ്രാമിംഗിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. 10-15% ജോലികൾ ഡേറ്റ സയൻസ്, ഡേറ്റ എഞ്ചിനീയർ, ഡേറ്റ അനലിറ്റിക്സ് ജോലികളിൽ പോകുന്നുള്ളൂ. അതെ, പിന്നെ ആൾക്കാർ മനസ്സിലാക്കാത്ത കാര്യം മൂന്ന് ജോലികളാണ്. ഡേറ്റ സയൻസ് വേറെ, ഡേറ്റ എഞ്ചിനീയറിംഗ് വേറെ, ഡേറ്റ അനലിറ്റിക്സ് വേറെ. മൂന്ന് സ്കിൽ സെറ്റ് ആണ്, മൂന്ന് പേ സ്കെയിലാണ്. ഇത് മൂന്നിനും കൂടെ കവർ ചെയ്ത് വരുന്ന ഒരു പാക്കേജ് 6 to 18 അല്ലെങ്കിൽ 5 to 15 റേഞ്ചിലായിരിക്കും ഈ 3 പ്ലാറ്റ്ഫോംസിനെ കൂടെ കവർ ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സാലറി പാക്കേജ് വരുന്നത്. ഇതൊക്കെ ഈ ബിടെക് ഡിഗ്രി ലെവലിന് ശേഷം ഇവർക്ക് ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് പോകാൻ പറ്റും, അതൊരു സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി പഠിച്ച് ബിടെക് കഴിഞ്ഞിട്ട് തന്നെ ഒരു കിടിലൻ ഡെവലപ്സ് എഞ്ചിനീയറായിട്ട് പോകുന്ന കുട്ടികളുണ്ട്, ഡേറ്റ എഞ്ചിനീയർ പോകുന്ന കുട്ടികളുണ്ട്. അവർ വളരെ കെയർഫുൾ ആയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്റേൺഷിപ്സോ അല്ലെങ്കിൽ പ്രോജക്ട്സോ അല്ലെങ്കിൽ മൈനേഴ്സോ അല്ലെങ്കിൽ അഡീഷണൽ അപ്സ്കില്ലിംഗോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ രീതിയിലേക്ക് ഡീവേറ്റ് ചെയ്ത് പോകാം. അതെ, സിലബസ് മാത്രം കവർ ചെയ്യാതെ ഈ ഹാക്കത്തോൺസ് പോലുള്ള പരിപാടികൾ പങ്കെടുക്കുക, അതേപോലെ പ്രോജക്ട്സ് കൂടുതൽ ചെയ്യുക, സ്വയം പഠിക്കുക. സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാതെ IT മൂടാൻ പറ്റത്തില്ല. ആരും പറയാതെ തന്നെ ചുമ്മാ യൂട്യൂബ് തുറന്നു വെച്ച് ഹൗ ടു മേക്ക് ആൻ ആപ്പ് ഇൻ പൈത്തൺ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിച്ച് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നാലേ നമുക്ക് ഇതിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ നമ്മൾ പറഞ്ഞ ഡൈവേഴ്സ് ഫീൽഡിലൊക്കെ എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാറുകളൊക്കെ അല്ലെ, നമ്മൾ ഇതെല്ലാം ലിങ്ക്ഡിനിൽ നിന്ന് ഞാൻ ഇതൊക്കെ നേടി അല്ലെ, ഇത്രയും കോഴ്സസ് കംപ്ലീറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ പോലീസുകാർ സ്റ്റാർ കുത്തുന്ന പോലെ ഇതെല്ലാം വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ഏരിയാസിലും അവന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ. അവനെ ഏത് ഇൻഡസ്ട്രിയും അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അവന്റെ എംപ്ലോയബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സാധാ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സിലബസ് മാത്രം പഠിച്ചിറങ്ങുന്നതിന് അപ്പുറത്ത് ഈ പറഞ്ഞ അപ്സ്കില്ലിംഗ് പല ഡൈവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൈവേഴ്സ് ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഇരട്ടിയാക്കാം. CGPA മാത്രം നോക്കി നിൽക്കരുത്. CGPA ഇന്റർവ്യൂ കഴിഞ്ഞാൽ തീർന്നു. അവിടെ ഒരു 9 വേണം നിർബന്ധമില്ല, 7, 7.5 ആയാലും മതി. പക്ഷെ നമ്മൾ ആ അപ്സ്കില്ലിംഗിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, സെൽഫ് ലേണിംഗിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ഇതാണ് ഒരു വഴി.
അപ്പം ഒരുപാട് ഫ്രീ കോഴ്സസ് ഉണ്ട് അല്ലെ, നമ്മൾ പെയ്ഡ് ലെവലിലേക്ക് ഇപ്പൊ പോകേണ്ട കാര്യം ഒരു ആവശ്യമില്ല. ഈ എസ്പെഷ്യലി എൻട്രി ലെവലിൽ പോകുന്ന കുട്ടികളായതുകൊണ്ട് പെയ്ഡ് ലെവലിൽ പോകേണ്ട ആവശ്യം. എനിക്ക് കോളേജ് കയറിയ സമയത്തെ പറ്റി അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആപ്പ് ഡെവലപ്മെന്റ് പഠിക്കാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയതുകൊണ്ട് ഞാൻ ഒരു പെയ്ഡ് കോഴ്സ് ചേർന്നു. 15,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു കോഴ്സ്, ആപ്പ് ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ആ സമയത്ത് കുറച്ചൊന്ന് റിസർച്ച് ചെയ്തിരുന്നെങ്കിൽ കണ്ടമാനം ഫ്രീ കോഴ്സസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത് ആ സമയത്ത് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു അഡ്വൈസ് ആണ് കുട്ടികൾക്ക്, +2 കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിലോട്ട് പോകുന്ന കുട്ടികൾക്ക് 3-4 months ഉണ്ട് ടൈം. സമയത്ത് മാക്സിമം ഫ്രീ കോഴ്സ് എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ എന്തായാലും ഫ്രീ കോഴ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും, ഡോക്യുമെന്റ്സോ അൺനെസറി ലിങ്ക്സോ ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പലരും ഹാർവേഡ് പോലത്തെ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിലും എന്താ ഉള്ളത്. അപ്പോൾ ഫ്രീ കോഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. പിന്നെ പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കോഴ്സ് എല്ലാത്തിനും പോയി രജിസ്റ്റർ ചെയ്യും, പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ കോഴ്സ് ആണെന്ന് പറഞ്ഞ് എല്ലാത്തിലും പോയി രജിസ്റ്റർ ചെയ്യാന്നുള്ളതല്ല, ഓരോ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ സർട്ടിഫിക്കേഷൻസ് എടുക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ലിങ്ക്ഡിൻ അതുപോലത്തെ പ്ലാറ്റ്ഫോംസ് അല്ലെ, ഇന്ത്യയുടെ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽ അറിയാവുന്ന നാലാൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അധികം ആൾക്കാർ അറിയത്തില്ല, കുട്ടികൾ എസ്പെഷ്യലി +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് അറിയത്തില്ല. ലീഡ് കോഡ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ലീഡ് കോഡ്, LEET കോഡ്, ലീഡ് കോഡ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഡയറക്റ്റ് വന്ന് പിള്ളേർ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് ലീഡ് കോഡ്. അവിടെ ഈ ഡിഫിക്കൽട്ട് ലെവൽ ഡേറ്റ സ്ട്രക്ചേഴ്സിന്റെ പ്രോബ്ലംസ്, അൽഗോരിതംസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ സോൾവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ബാഡ്ജ് കയറി വരും. ഈ ഗൂഗിൾ പോലുള്ള കമ്പനികൾ അവിടെ വന്ന് ഡയറക്റ്റ് പിള്ളേർ എടുത്തുകൊണ്ട് പോകും. വേറെ ഇനി കോളേജ് ത്രൂവോ അല്ലെങ്കിൽ നമ്മൾ റെസ്യൂമെ അപ്ലോഡ് ചെയ്യോ ഒന്നും വേണ്ട. ലീഡ് കോഡിൽ വന്ന് നോക്കുന്നു, പിള്ളേർ കൊള്ളാമോ എടുത്തുകൊണ്ട് പോകുന്നു. അതേപോലുള്ള വേറെ പ്ലാറ്റ്ഫോമാണ് ഹാക്കർ എർത്ത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഹാക്കർ എർത്ത് അവിടെയും ഇതേപോലെ കോഡിംഗ് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് ഫ്രീ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി അതാണ്. ആ കോഡിംഗ് ചാലഞ്ചസ് പങ്കെടുക്കുക, അവിടെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ കോളേജ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഫൈനൽ ഇയർ പാസ് ഔട്ട് ആൻ വെയിറ്റ് ചെയ്യേണ്ട. സെക്കൻഡ് ഇയർ ജോലി ചെയ്യുമ്പോൾ കോളേജ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. ഈ രണ്ട് പ്ലാറ്റ്ഫോംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ലീഡ് കോഡ്, ഹാക്കർ എർത്ത് പോലുള്ള പ്ലാറ്റ്ഫോംസ്. ഇത് ഇപ്പൊ ഈവൻ നമ്മൾ പഴയ ഒരു കൺവെൻഷണൽ രീതി നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വളരെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അത്തരത്തിലൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവരാണ് ഇന്റർവ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകുന്നത്. പക്ഷെ ഇവിടെ ഈ ഹാക്കത്തോൺ വർക്ക്ഷോപ്പ് പോലത്തെ അവസരങ്ങൾ വരുമ്പോൾ ഈവൻ ഇൻട്രോവേർട്സ് അധികം പുറത്തേക്ക് സംസാരിക്കാത്ത ആൾക്കാർക്കും വളരെ നല്ല പ്ലേസ്മെന്റ്സ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ ഒരു വലിയ അവന്യാണ്, വലിയ പ്ലാറ്റ്ഫോം ആണ്. ശരിയല്ലേ? അപ്പോൾ സ്റ്റുഡൻസിന് ഇതൊക്കെ ഈ പറഞ്ഞ അതൊക്കെ വളരെ വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നിങ്ങൾ പോവുക. നമ്മൾ കുറച്ച് നല്ല പ്രൊഫൈൽസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഫർദർ മുന്നോട്ട് നോക്കൂ. ഇത് വിഷ്ണു രാമേന്ദ്രൻ, നിങ്ങൾ നോക്കുക, ഇതൊരു പ്രൊഫൈൽ. അദ്ദേഹം നിങ്ങൾ നോക്കുക, നിങ്ങൾ CET കിട്ടിയില്ല, TKM കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ ഈ പറഞ്ഞ പോലെ കേരള സിലബസിലായിരുന്നു, എനിക്ക് ഇത്ര മാർക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയി ഈ കോളേജിലേക്ക് വരേണ്ടി വന്നില്ല, എനിക്ക് ആ കോളേജ് കിട്ടുമായിരുന്നുള്ള ലെവലില് അന്ന് തുടങ്ങിയ വിലാപമാണ് ഒരുപാട് പേര് വിഷമിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ കളിയാക്കുകയല്ല, പക്ഷെ അതിനകത്ത് അവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്രമാത്രം വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അല്ലെ. ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്കേ അറിയുള്ളൂ, സാറിന് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൂടെ എന്നാണ് അവിടെ നിന്ന് കുട്ടികൾ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷമത്തിൽ അല്ലെ, നിങ്ങളുടെ മുറിവിൽ ഞാൻ കൂടുതൽ മുറിവ് ആക്കാൻ ശ്രമിക്കുകയല്ല, കൂടുതൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയല്ല, അവിടെ മരുന്ന് പുരട്ടാണ് ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്തരം പ്രൊഫൈൽസ് നോക്കുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കാര്യം അല്ലെ, ഇദ്ദേഹമൊക്കെ വളരെ കാലിബർ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ ടോപ്പ് ലെവൽ കോളേജിലൊന്നും അല്ല പഠിച്ചത്. അദ്ദേഹം നോക്കുക, മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, നമ്മുടെ നാട്ടിലൊരു പ്രൈവറ്റ് കോളേജാണ്. അവിടെ അങ്ങനെ ഒരു കോളേജിൽ പഠിച്ചു. ആ കോളേജിന്റെ റാങ്കിങ്സ് നോക്കിയാലോ പാസ് പെർസെന്റേജ് നോക്കിയാലോ ഒന്നും നമുക്ക് ഈ പറഞ്ഞാൽ ഒരു ടോപ്പ് ലെവൽ കോളേജിന്റെ ഇതിനകത്ത് വരുന്നില്ല അല്ലെ. ശരിക്കും പറഞ്ഞാൽ മുത്തൂറ്റ് പ്രൈവറ്റിന്റെ കൂട്ടത്തിലും നമ്മൾ മുത്തൂറ്റെന്നോ രാജഗിരി എന്നൊക്കെ പറയും അല്ലെ. ഗവൺമെന്റ് കോളേജസ് ആണെങ്കിൽ CET, TKM അല്ലെ, തൃശ്ശൂര് ബാർട്ടൺ MA കോളേജ് മോഡൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗേറ്റ് എഴുതി, അദ്ദേഹം ഗേറ്റിന് പ്രിപ്പയർ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അദ്ദേഹത്തിന്റെ അസോസിയേഷൻ. അങ്ങനെ ഗേറ്റ് വഴി അദ്ദേഹം IIT മദ്രാസിലെത്തി. അവിടുന്ന് പ്ലേസ്മെന്റ് അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ലീഡ് എഞ്ചിനീയർ, വാല്യൂവിൽ ഒരു ലീഡ് എഞ്ചിനീയർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്രോർസ് ഓഫ് റുപ്പീസിന്റെ ഒരു ആനുവൽ പാക്കേജിലാണ് അദ്ദേഹം ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര ആമ്പിൾ ബാക്ക്ഗ്രൗണ്ട്, ഈവൻ കോളേജിൽ പോയിട്ടില്ലെങ്കിൽ പോലും അല്ലെ, അതാണ് നമ്മൾ പറഞ്ഞ. അതെ, നമ്മൾ ഈ പറഞ്ഞ വ്യക്തി അറ്റ്ലീസ്റ്റ് കോളേജിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പറയാം. ഈ സ്ട്രീം അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിശാലമായ ലോകം പൊക്കോണ്ടിരിക്കുന്ന എങ്ങോട്ടെന്ന് കഴിഞ്ഞാൽ ഏറ്റവും സ്കില്ലുള്ളവൻ എവിടെ ഇരിക്കുന്നു അല്ലെ, അവനെ എവിടെ ഒളിഞ്ഞിരുന്നാലും അവന് ഏതെങ്കിലും തരത്തിൽ അവന്റെ സ്കില്ല് അവനെ പ്രദർശിപ്പിക്കാനും അതുപോലെ വൻകിട കമ്പനികൾ അവനെ പൊക്കിക്കൊണ്ട് പോകാനുമുള്ള സാധ്യത കൂടുതലാണ് മറ്റേത് ഡിപ്പാർട്ട്മെന്റിനേക്കാളും. അപ്പൊ ആ ഒരു സാധ്യതയുടെ അതിന്റെ ഏറ്റവും അല്ലെ ഉന്നതമായ ഒരു മകളുടെ ഉദാഹരണം കൂടി, ഒരു വലിയൊരു എക്സാമ്പിളൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിച്ച് നമുക്ക് ചാറ്റ് ബോക്സിലെ ഡൗട്ടുകളിലേക്ക് വരാം. ഒരാളെ കൂടി നിങ്ങൾ കാണുക, ഇത് നിങ്ങൾ കാണേണ്ട വ്യക്തിയാണ്, അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ്. ഓക്കെ, ഇതാണ്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇദ്ദേഹം സോഹോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് അല്ലെ. ഈ സോഫ്റ്റ്വെയർ കമ്പനിയിൽ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട്, അബ്ദുൾ അലി. അപ്പൊ അദ്ദേഹം
പത്താം ക്ലാസ് മാത്രം പാസ്സായിരിക്കുന്ന, +1 +2 പഠിച്ചിട്ടില്ല, അതെ, BTech കോളേജിന്റെ പടി പോയിട്ടില്ല, കണ്ടിട്ടില്ല. കോളേജിന്റെ പടി കണ്ടിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ, ആസാമിൽ നിന്ന് മറ്റോ ഇറങ്ങി ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ എത്തിയത് അല്ലെ. അപ്പം അങ്ങനെ വന്ന് അദ്ദേഹം ഈ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ വാതിൽക്കൽ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം 10ാം ക്ലാസ് ആ ലെവലിൽ തന്നെ എന്തോ HTML എന്തോ ഒരു ചെറിയ കാര്യം, വളരെ ചെറിയൊരു കാര്യം പുള്ളി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഏതോ ഒരു സീനിയർ സ്റ്റാഫുമായിട്ട് ഒരു തവണ ഒരു കോൺവെർസേഷൻ, ഒരു സാധ്യത ഉണ്ടാവുകയും ആ കോൺവെർസേഷനിൽ എത്രമാത്രം പഠിച്ചിട്ടുണ്ട്, എനിക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ആ കുട്ടി പറയുകയും അവൻ അത് പറഞ്ഞു കൊടുക്കുകയും അൾട്ടിമേറ്റ്ലി അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങിക്കുന്ന അല്ലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് മാറി. 8 വർഷമായിട്ട് ഇപ്പൊ സോഹോയില് 8 വർഷമായിട്ട് സോഹോയിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം, 10ാം ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ടോപ്പ് നോച്ച് കോളേജ് കിട്ടിയില്ല, ടോപ്പ് ലെവൽ കോളേജ് കിട്ടിയില്ല, ടോപ്പ് കോഴ്സ് കിട്ടിയില്ല. ഇദ്ദേഹത്തെ നോക്കൂ, വെറും 10ാം ക്ലാസ്. ഈ 10ാം ക്ലാസ് കൊണ്ട് അദ്ദേഹം ഈ ലെവലിലേക്ക് അദ്ദേഹത്തിന് എത്തിയെങ്കിൽ നിങ്ങളിൽ എത്രയോ പേർക്ക് ഈ പറയുന്ന ഫ്രീ പ്ലാറ്റ്ഫോംസ്, എന്തുമാത്രം എത്രയോ ഫ്രീ പ്ലാറ്റ്ഫോംസ്, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എന്തെല്ലാം മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടുന്നെങ്കിൽ അല്ലെ, ഒരു കോളേജ് കിട്ടുന്നെങ്കിൽ അത് തന്നെ വളരെ വലിയ കാര്യമാണ്. ഒരുപാട് അവന്യൂസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള താക്കോൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ആ താക്കോല് കയ്യിലുണ്ടെന്ന് റിയലൈസ് ചെയ്യുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലെ എംപവർമെന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളുക, മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം നിങ്ങൾ ഉടനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെ നേരെ പോയി സെക്യൂരിറ്റി ഗാർഡ് ആവുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക. അദ്ദേഹം ചെയ്തത് അത് തന്നെയാണ്. അദ്ദേഹം HTML അറിയാവുന്ന ഇത്തിരിയിൽ നിന്ന് അദ്ദേഹം ഒത്തിരിയിലേക്ക് പോയി. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഒരു നല്ല ഒരു ഇത് നിങ്ങൾ ന്യൂസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി ഉണ്ടായിരുന്ന നമ്മുടെ ഡിസ്കഷൻ. അപ്പം വളരെ വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള, വളരെ കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഇൻസൈറ്റ്, അത് എനിക്ക് എളുപ്പം എനിക്ക് ഈ പറഞ്ഞ ടോപ്പ് ലെവൽ ഫാക്കൽറ്റീസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിൽ നമുക്ക് ഹരി വന്ന് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിട്ട് ഹരി പ്രൂവ് ചെയ്ത് തന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പം എല്ലാ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ നന്ദി പറയാണ്. ഫർദർ നമുക്ക് മുന്നോട്ടും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ ആ എംസിഗ്മയുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാനായിട്ട് ഹരിയുടെ ഒരു സപ്പോർട്ടും പിന്തുണയും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഹരിക്ക് നന്ദി പറയുന്നു. ഫർദർ മുന്നോട്ട് ബിടെക്കിന് ഇവിടെ വെച്ച് തീർക്കേണ്ടതല്ല ഈ ബന്ധം എന്നുള്ളതാണ് എനിക്ക് വീണ്ടും നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. നമ്മളൊക്കെ ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഫാക്കൽറ്റീസ് വരുന്ന നിങ്ങൾ കണ്ടോ, അതായത് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സ് ഉണ്ട്, മേജർ ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അവരൊക്കെ ഇൻഡസ്ട്രി ആയിട്ട് നല്ല എക്സ്പോഷർ ഉള്ളവരാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ നിങ്ങളുടെ കരിയർ പാത്തിൽ ഒരുപാട് ഗൈഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരുപാട് ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ്, വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ പക്കലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഏതൊരു അവസ്ഥയിൽ ഏതൊരു കാലഘട്ടത്തിലും അതിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ എംസിഗ്മ ഗോകുലം. ഞാൻ ഒരുപാട് പ്രൊഫൈലുകളിലൂടെ ഓരോ ദിവസവും പ്രസന്റേഷനിലൂടെ നിങ്ങൾക്ക് റാങ്ക് ഇത്തിരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനപ്പുറത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രതീക്ഷ ഉണ്ടെന്നുള്ള തരത്തിലുള്ള നല്ല പ്രൊഫൈൽസും ഞാൻ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് കണ്ട വിഷ്ണുവിൻ്റെ പ്രൊഫൈലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സോഹോ ആപ്പ് അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് വന്നിട്ട് അവിടെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആ വ്യക്തിയുടെയൊക്കെ പ്രൊഫൈൽ നിങ്ങളെ തീർച്ചയായിട്ടും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി അത്തരത്തിലുള്ള പ്രൊഫൈൽസ് നിങ്ങൾക്കും അത് പത്രത്തിലൂടെയും ഓൺലൈനിലൂടെയും ഒക്കെ നിങ്ങൾക്കും കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു എനർജി എടുക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. മുന്നോട്ട് ഇതിൻ്റെ അപ്പുറത്തെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറന്നു പോവുക. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കോളേജസ് ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ അതൊക്കെ ഏറ്റവും CET, TK എല്ലാം വലിയ വലിയ കോളേജസ് ആയിരിക്കാം നിങ്ങളുടെ കണ്ണിൽ. പക്ഷെ ഞാൻ പറയുന്നത് ഈ ബിടെക് ലെവലിൽ നിങ്ങൾ അവിടെ പോകുക, അതിനുശേഷം അതിനേക്കാളും ഒരുപാട് ഉയരങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു ഗേറ്റ് എക്സാം വഴി നിങ്ങൾക്ക് IIT-യിലേക്ക് എത്താം, അല്ലെങ്കിൽ എൻ്റെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 കോളേജുകളിലേക്ക് എത്താം. അപ്പോൾ ഇത്തരം അവസരങ്ങളിലേക്കൊക്കെ നിങ്ങൾ സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാതിരിക്കുക. സോ ഇന്നത്തെ ദിവസം നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ചാർലിസ് ലിയോ ഫ്രം എംസിഗ്മ ഗോകുലം. താങ്ക് യു.